അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പോയ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത്. കയറി ചെന്നപ്പോൾ എൻ്റെ അമ്മയാണ് നിൽക്കുന്നത്. അമ്മയുടെ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു വന്നപ്പോഴാണ് ചേച്ചി വീട്ടിലില്ലായിരുന്നു. അതെൻ്റെ ചേച്ചിയാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ചേച്ചിയെ കണ്ടു ഹായ് എന്നൊക്കെ ചോദിച്ച് ചേട്ടൻ പറഞ്ഞ അമ്മയ്ക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ അമ്മയ്ക്ക് ഉമ്മ കൊടുത്തപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ എൻ്റെ മോനെ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. അമ്മയുടെ മൂത്ത കൊച്ചുമോനാണ് അവൻ. അങ്ങനെ അവൻ ഉമ്മയൊക്കെ കൊടുത്ത് അത് ഇതെൻ്റെ മൂത്ത ചേച്ചിയാണ്. ആണെന്ന് ചേച്ചി എന്ന് എല്ലാവരും പറയത്തുള്ളൂ. ഞാനാണ് ഏറ്റവും ഇളയത്. അതെൻ്റെ ഏറ്റവും മൂത്ത ചേച്ചിയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഇപ്പോൾ അതേ പച്ചക്കറി കടയൊക്കെ വന്നു. ഭയങ്കര പുരോഗമനമൊക്കെ തൊട്ടപ്പുറത്ത് കടകൾ വന്ന് അങ്ങനെ അവിടെ പോയി ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ നെല്ലിക്ക ജ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നെല്ലിക്ക ജ്യൂസ് കുടിക്കാനായിട്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെ ആ ചേട്ടൻ നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കി തരാനായിട്ട് പോവാണ്. നെല്ലിക്ക ജ്യൂസ് അല്ല, നെല്ലിക്ക സർബത്ത്. ഞാൻ നെല്ലിക്ക സർബത്ത് കുടിച്ചിട്ടില്ല. അങ്ങനെ നമുക്ക് നോക്കാം. ഞാൻ കുടിച്ചില്ലേ? അമ്മ കുടിച്ചു. അന്നേരം നാരങ്ങളൊന്നും ഇല്ലാനാണ് എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ആര് പറഞ്ഞു? അങ്ങനെ പിള്ളേർ വളർന്നതനുസരിച്ച് വല്യമ്മയും മോനും കൂടെ നിന്നെ വല്യമ്മയെക്കാട്ടിയും വളർന്ന് കണ്ട. വല്യമ്മയെക്കാട്ടിയും വളർന്ന് 8 പച്ചക്കറി കിറ്റ് എത്ര രൂപ? 200 100 കിറ്റ് 100 150 ഉണ്ട്. ഇത് നെല്ലിക്ക ജ്യൂസ് ആക്കി വെച്ചിരുന്നാണോ? അത് സർബത്തല്ലേ? എങ്ങനെ നെല്ലിക്കയും പഞ്ചസാരയും കൂടെ ആക്കി ജ്യൂസ് സർബത്താക്കി. ഉണക്ക നെല്ലിക്കാണോ? ഇതിനകത്തിലല്ല, പഞ്ചസാരക്കായിട്ട് ഇട്ട് വെക്കും. അപ്പൊ അതിന്റെ സത്ത് ഇറങ്ങണം. അതിന്റെ സത്ത് ഇറങ്ങണം. കിറ്റ് മേടിക്കണോ? ആ വാങ്ങിക്കണം. എനിക്ക് വരും. കൃഷ്ണവേണി അച്ചി. വേണ്ട വേണ്ട, തണുപ്പ് കൊടുക്കണ്ട. വേണ്ട ഏട്ടാ, തണുപ്പ് സമയമാണ്. വേണ്ട, തണുപ്പ് കൊടുക്കണ്ട ഏട്ടാ. നമ്മൾ ഇപ്പോൾ പനി സീസണാ, പനി കയറിക്കോളും. എങ്ങനെയുണ്ട് ഏട്ടാ? കേമാണോ? തണുപ്പ് സ്മിതയ്ക്കും തണുപ്പില്ലാത്തതാണോ? അയൺ കണ്ടന്റ് കൂടുതൽ വരുന്നു. അയൺ ഇയാൾക്ക് തണുപ്പില്ലാത്തതാണോ? നിനക്ക് തണുപ്പുള്ളേ കൊള്ളാം കേട്ടോ. കൊള്ളാം. ആദ്യമായിട്ടാണ് ഞാൻ കുടിക്കുന്നത്. കുടിക്കരുത് സാർ, നല്ലതാണ്.
ഡേ മുടിയൊക്കെ കിടക്കും നല്ല നെല്ലിക്ക കൊടുക്കും. അതോ വരുന്നു ഡി വേണോ നെല്ലിക്ക ജ്യൂസ്? അമ്മയ്ക്കും കൂടെ വേണോ ഡി? അമ്മയ്ക്കും കൂടെ വാങ്ങിച്ചോളൂ. ആ അതെ, അമ്മയ്ക്കും തണുപ്പില്ലാത്ത നെല്ലിക്ക ജ്യൂസ്. ഇതിന്ന് കൊടുക്കാം അമ്മയ്ക്ക്. ആർക്കും തണുപ്പ് വേണ്ട. തണുപ്പ് ഉപയോഗിക്കാൻ ചേട്ടാ ഇങ്ങോട്ട് മാറാം. അങ്ങനെ ഞങ്ങൾ നെല്ലിക്ക ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ പാലം. അപ്പോൾ ഞങ്ങളുടെ വീട് തൊട്ടപ്പുറത്ത് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഒത്തിരി കടകളൊക്കെ വന്ന്, അതുകൊണ്ട് എല്ലാവർക്കും വന്ന് പച്ചക്കറി കടയുണ്ട്, മീൻ കടയുണ്ട്, എല്ലാം വന്നുണ്ട്. നല്ല സൗകര്യമാണ് ഇവർക്കൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും എങ്ങനെ ദൂരോട്ടൊന്നും പോകുകയൊന്നും വേണ്ട. അങ്ങനെ ഞാൻ അവിടെ പോയി പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തട്ടുകടയിൽ പോകണം, ഫുഡ് കഴിക്കണം. അങ്ങനെ പച്ചക്കറി നല്ല ലാഭത്തിന് നമുക്ക് കിട്ടി. സ്കൂളിലൊക്കെ പോയില്ലേ? ഇവിടൊക്കെ അവധിയായിരുന്നു. മാങ്ങ വാങ്ങിക്കട്ടെ ഏട്ടാ? ചേട്ടായി മാങ്ങ വാങ്ങിക്കട്ടെ? ഇച്ചിരി അച്ചാറില്ല. അനന്തും ഇപ്പം കഴിക്കത്തില്ല. അനന്തിന് കഴിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ പാലത്തിലെത്തിയിട്ടുണ്ട്. പാലം കഴിഞ്ഞ് അക്കരെ ചെല്ലണം ഫുഡ് കഴിക്കാനായിട്ട്. അവിടെയാണ് തട്ടുകട. അപ്പം നമ്മുടെ യൂട്യൂബിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു തട്ടുകടയാണ്. പാലത്തിന് നല്ല ലൈറ്റൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റപ്പിലാണ് അവർ ചെയ്തിരിക്കുന്നത്. നല്ല പല കളർ ലൈറ്റ് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാനൊക്കെ അടിപൊളിയാണ്. ഇങ്ങനെ ചേട്ടനും പിള്ളേരും ചേച്ചിമാരും ഒക്കെയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് അവിടെ ലൈറ്റൊന്നും ഇല്ല. ഞങ്ങൾ വിചാരിച്ചു പ്രശസ്തമായ ഒരു തട്ടുകട അടച്ചില്ലായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ മിക്ക യൂട്യൂബേഴ്സും ഒക്കെ വന്ന് വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ അവിടോട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. അവിടെ ഉണ്ടോ എന്ന് തോന്നുന്നു, ഇല്ലെന്ന് തോന്നുന്നല്ലോടെ. അത് ഈ കട അവധിയാന്ന് തോന്നുന്നില്ല. വെറുതെ ഇവിടെ വരെ വന്നാൽ വെറുതെ ആവുമോ? ഹായ് ഗൈസ്, അപ്പം കൈ ചമ്മിപ്പോയി. ഞങ്ങൾ ചമ്മി കേട്ടോ. ആ സമയത്ത് പാടാൻ പറ്റിയ പാട്ടാണ് ഇത്. അതാണിത് പാടി. പൊണ്ണുക ഇനിയിപ്പോൾ എന്ത് ചെയ്യും? വലിയ കാര്യത്തിൽ ആഗ്രഹിച്ചു. ആർക്കും നടക്കാൻ വയ്യാത്ത ബായത് ഉണ്ട് ഉണ്ട്. അത് ശരി. അതതിൻ്റെ ആളാ. നീഞ്ഞു പോയി. അവളും പോവാണ്. അപ്പോൾ ലോട്ടറി എടുക്കുന്ന കണ്ടിട്ട് സ്മിതയും ബാക്കിൽ നിന്ന് ഓടുന്ന ഓട്ടം കണ്ടോ? അവൾ ഓടി. ഫുഡല്ല വലുത്, ലോട്ടറിയാണ് വലുതെന്നും പറഞ്ഞ് അവൾ ഓടിയിരിക്കുകയാണ്. ഈ പുറകെ വരുന്നതാണ് എൻ്റെ രണ്ടാമത്തെ ചേച്ചി. കണക്കില്ല, അങ്ങനെയല്ല, അവർ ടിൻസാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ പറയുന്നത്. ഓ, അമ്മയ്ക്ക് പോലും അറിയത്തില്ലേ? അവർ ടിൻസാണ്, അതിലൊരാളാണത് കേട്ടോ. ഞാൻ ഇരട്ടയല്ല, ഞാൻ ഏറ്റോളാം. വന്നില്ല.
കപ്പയും ബീഫ് റോസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു, അടിപൊളി. അവർ കട അടച്ചിട്ട് പോകാനായിട്ടിരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ചെന്നത്. അപ്പോൾ കുറച്ചുണ്ടായിരുന്നു, അവരപ്പോൾ ഞങ്ങൾക്ക് എടുത്ത് തന്നു. അടിപൊളിയായിരുന്നു കപ്പയും ബീഫ് റോസ്റ്റും. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ. അപ്പോൾ ഞങ്ങൾ അവിടെ കപ്പയും ബീഫ് റോസ്റ്റും കഴിച്ചു. അപ്പോൾ 2 പത്തിരി ഉണ്ടായിരുന്നു, അതും കൊണ്ട് തന്നു. അപ്പോൾ ചേച്ചി പത്തിരിയാണ് കഴിക്കുന്നത് ബീഫ് റോസ്റ്റായിട്ട്. അപ്പോൾ സൂപ്പറാണെന്നൊക്കെ പറയുകയാണ്. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അവർക്ക് വേണ്ടാന്ന് പത്തിരി അവരും ജയിച്ചിട്ടില്ല. കൊള്ളാം. കപ്പയും ബീഫ് കറിയും സൂപ്പർ. ബീഫ് റോസ്റ്റായി കറിയല്ല, ബീഫ് റോസ്റ്റായിട്ടോ.